ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, ഇനിയും പുറത്തു വരാനിരിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി പ്രതികരിക്കേണ്ടതല്ലേ? അദ്ദേഹം ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതിനു മുമ്പ് സ്മൃതി രണ്ട് ചെറിയ കാര്യങ്ങൾ പറയണം. ഒന്ന്, ഇതേ കുന്നംകുളത്ത് ഏതാണ്ട് 30 വർഷം മുമ്പ് ഒരു മനുഷ്യനെ, ഒരു വികലാംഗനായ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡായ ഒരു മനുഷ്യനെ അടിച്ച് റോട്ടിലിട്ട് അയാൾ ആശുപത്രിയിൽ പോയി മരിക്കുന്നു. നാരായണൻ നായർ. അയാൾ സ്കൂളിൽ ചെറിയ ജോലിയാണ്. അയാളുടെ അനുജൻ കഴിഞ്ഞ 30 വർഷത്തോളമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക കൃഷ്ണൻകുട്ടി. എനിക്കറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം നിയമ പോരാട്ടം നടത്തി എന്തിനാണെന്നറിയോ? ഇപ്പം നേരത്തെ ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു CMP കൊടുത്തതിന് സർക്കാരിൻ്റെ അനുമതി കിട്ടാൻ ഇയാൾക്ക് അനുമതി കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൊടുക്കില്ല ഉദ്യോഗസ്ഥനെതിരെ. അന്നാണെങ്കിൽ അദ്ദേഹം SI ആണ്. ആ മനുഷ്യൻ, പിന്നെ അദ്ദേഹത്തിന് വേറെ കുറേ ചരിത്രമുണ്ട്. ഇപ്പോൾ വളയാറ് അതുപോലെയുള്ള കേസുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ IAS കിട്ടി കേരളത്തിലെ വിജിലൻസിൽ, മുമ്പ് ക്രൈംബ്രാഞ്ച് ആയിരുന്നു, വിജിലൻസിലിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. CMP കൊടുക്കാൻ, ഇപ്പോൾ എൻ്റെ അനുജൻ മരിച്ചു, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് CMP കൊടുക്കണമെങ്കിൽ, ഇയാളെ വിചാരണ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് അനുമതി കിട്ടണം. ഏറ്റവും പ്രധാനം, അനുമതി കൊടുത്തില്ല സർക്കാർ, ഒരു ഉദ്യോഗസ്ഥനും കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചുകൊണ്ടുപോയി ഇടിച്ച അയാൾ മരിക്കുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നുമില്ല. അതിന് ഒരു ബ്ലാക്ക് ടീം ഉണ്ടാക്കിയിരുന്ന ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കീഴിലാണ് ബ്ലാക്ക് ടീം ഉണ്ടാക്കിയത്. അയാളാണ് ഇയാളെ കൊണ്ടുപോയി മർദ്ദിച്ചത്. ആ ടീമാണ്. ആ ഉദ്യോഗസ്ഥൻ പിന്നെ റിട്ടയർ ചെയ്ത് എങ്ങനെയാണെന്നറിയോ? കോഴിക്കോട് കമ്മീഷണറായിട്ട്. കോഴിക്കോട് കമ്മീഷണർ. ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം, ഇവിടെയാണ് ചോദ്യം. മുഖ്യമന്ത്രി മിണ്ടുകയോ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, ഞാനെതിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പ്രധാന പ്രശ്നം എന്താ? ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സംരക്ഷിക്കപ്പെടുകയാണ്. ഇപ്പം എല്ലാവരും പറയും ഞങ്ങൾ തെറ്റായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കില്ല. സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ സർക്കാർ വന്നതിന് ശേഷവും സംരക്ഷിക്കുക തന്നെയാണ്, ഒരു സംശയമില്ല. മുൻ സർക്കാരിൻ്റെ കാലത്തും അത് ഉണ്ടായിട്ടുണ്ടാവാം, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഈ സർക്കാർ സംരക്ഷിച്ചതിൻ്റെ ഒരു 50 റെക്കോർഡ് ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പാവപ്പെട്ട ഇടികൊണ്ട അല്ലെങ്കിൽ കൊണ്ടൊരാൾ അന്വേഷണത്തിന് പോയാൽ ഇപ്പോൾ എത്ര കാലം എടുത്തു? RTI ആക്ട് 1 മാസത്തിനകത്ത് കൊടുക്കണമെന്നല്ലേ നിയമം? എത്ര കാലമെടുത്തു സുജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ CCTV ദൃശ്യം കിട്ടാൻ? ഈ രാജ്യത്ത് RTI ആക്ട് ഉണ്ടാക്കിയതിന് എന്തിനാ? മൂന്നാമത്തെ കാര്യം, ഇതുവരെ പല കേസുകളിലും ഞങ്ങൾ ശക്തമായ അന്വേഷണം നടത്തും. ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ, തൃപ്രയാറ വിനായകൻ്റെ കാര്യത്തിൽ എത്ര അന്വേഷണം നടത്തി. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ആ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ എവിടെ? ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എന്താ ചെയ്യണേ? കൂടി വന്നാൽ ഒരു 6 മാസത്തെ സസ്പെൻഷൻ. ഇപ്പോഴും അത് ചെയ്യും. സസ്പെൻഡ് ചെയ്തുള്ള ഗുണ ഉദ്യോഗസ്ഥർക്ക്. കാരണം എന്താ വെച്ചാൽ അവർക്കെതിരെ പിന്നെ അവരെന്തെങ്കിലും പോയി ഒരു കേസെടുക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ ശ്രീജിത്തിനെ തല്ലിക്കൊന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ സർവീസിൽ കയറി സസ്പെൻഷൻ പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോയി. ശ്രീജിത്തിൻ്റെയോ വിനായകൻ്റെയോ കുടുംബം പോയി. അത്ര ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇനി ഈ അന്വേഷണം നടത്തിയത് പകുതി ശമ്പളം, 6 മാസമേ ഉള്ളൂ സ്മൃതി സസ്പെൻഷൻ. 6 മാസം കഴിഞ്ഞ് ആരോർക്കണു? നിങ്ങൾ മാധ്യമങ്ങൾ പോലും ഓർക്കുമോ 6 മാസം കഴിഞ്ഞ ഈ കാര്യം? ഇപ്പം ഈ ചർച്ച ചെയ്യുന്ന കാര്യം 6 മാസം കഴിഞ്ഞ് ആരോർക്കും? ആർക്കും ഓർക്കാൻ നേരമുണ്ട്? നിങ്ങളൊക്കെ വിനായകൻ്റെ പേരും ശ്രീജിത്തിൻ്റെ പേരും മറന്നുപോയില്ലേ? എവിടെ പോയി അത്? ഇപ്പോൾ ആരാ ഓർക്കണേത്? പ്രശ്നം എന്താ വെച്ചാൽ ആ വീട്ടുകാർ മാത്രം ഓർക്കും. അങ്ങനെ വന്നാൽ ഇതിന് പിന്നെ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത ഒരാളുടെ കാര്യം പറഞ്ഞ്, കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം, നാരായണൻ നായരുടെ കാര്യത്തിൽ എന്നിട്ടുണ്ടായ സ്ഥിതി ഇതാ. ഇദ്ദേഹത്തിന് അനുമതി കൊടുക്കില്ല. ഹൈക്കോടതിയെ തള്ളി. എന്താ കാര്യം? സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാൻ, ഇയാളൊന്ന് അന്വേഷിച്ച് വിചാരണ ചെയ്യാൻ വേണ്ടേ? നിങ്ങൾ വളരെയേറെ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ മോൺസൺ മാവുങ്കലിൻ്റെ കാര്യം. മോൺസൺ മാവുങ്കലിനെതിരെ പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞതറിയോ? അവിടെ DGP, അന്നത്തെ DGP കാവലിരിക്കുന്ന സ്ഥാപനത്തിന് നിങ്ങളെങ്ങനെ കൊടുക്കുക? DGP വാളും വളിയൊക്കെ ആയിട്ട് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുക, മോശയുടെ വടിയും മറ്റേ യൂദാസിൻ്റെ കാശുമായിട്ട്. DGP കാവലിരുന്ന സ്ഥാപനം അത്. അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹം ആരെയൊക്കെ പറ്റിച്ചു? DGP കാവലിരുന്നൊരു സ്ഥാപനം ഇത്ര ഫ്രോഡാണ് എന്ന് കേരളത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? DGP കാവലിരുന്നാൽ? അപ്പോൾ ഞാൻ പറഞ്ഞത്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം നേരത്തെ ജയകൃഷ്ണൻ പറഞ്ഞതായാലും ആളുകളായാലും ഒരു നടപടി, ഇപ്പം കുറേ ആളുകളെ പുറത്താക്കി എന്ന് പറഞ്ഞു. അതൊക്കെ ആരായിരിക്കും? ഇനി നാലാമത്തെ കാര്യം, ഇവിടുത്തെ പാറമടകൾ, ബ്ലേഡ് കമ്പനികൾ, സെക്സ് മാഫിയകൾ, ഇവർക്കൊക്കെ പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്.
നിങ്ങൾ നോക്കൂ, പോലീസിൻ്റെ സ്റ്റേഷനിൽ ഒരു പ്രധാന പണി എന്താണെന്നറിയോ? രാഷ്ട്രീയക്കാരും അതിലുണ്ടാവാം, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഈ ഇത്തരം കേസുകൾ സെറ്റിലാക്കലാണ്. സെറ്റിലാക്കും അവര്. ഈ കേസ് സെറ്റിലാക്കാൻ വേണ്ടി നിൽക്കും. അതിനെതിരെ നിന്നാലോ? അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര വലിയ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ വിളയാടുമോ? സ്വർണം പൊട്ടിക്കലായാലും, ഞാൻ നേരത്തെ പറഞ്ഞ പണം കടം മേടിക്കുന്ന വിഷയങ്ങളായാലും ഒക്കെ ആയാലും എന്തൊരു ഗുണ്ടാ മാഫിയ കേരളത്തിലുള്ള. അഞ്ചാമത്തെ കാര്യം, ഇന്ത്യയിലോ ലോകത്തോ പല രാജ്യത്തും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ വഴി ചോദിക്കാൻ കയറുക പോലീസ് സ്റ്റേഷനിലാണ്. കാരണം എന്താ? നമുക്ക് ധൈര്യമാണ്, അവിടെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് യൂറോപ്പിലും പല സ്ഥലങ്ങളിലും. പക്ഷേ കേരളത്തിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി വഴി ചോദിച്ച് ചരിത്രം കേട്ടിട്ടുണ്ടോ? ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പോയാൽ അവർ ചിലപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കേസിൽ നിങ്ങളെയൊക്കെ പെടുത്തിയിട്ട് നിങ്ങളെ ഇടിച്ചിട്ടാൽ ഒന്നും പറയാനില്ല. പിന്നെ പ്രാദേശിക ഭരണകക്ഷിയുടെ നേതാക്കളെ ആരെങ്കിലും വിളിച്ച് ഞങ്ങളിങ്ങനെയുണ്ട്, ഞാനിങ്ങനെ കുഴപ്പമില്ല, പിന്നെ അതിൽ പ്രശ്നമില്ലാത്ത ആളാണ്, കുഴപ്പമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടേക്കും. അല്ലെങ്കിൽ എന്തിനാ CPM സുഹൃത്തുക്കൾക്ക് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അടി കിട്ടുന്നു. ഞാനിതിനെ കക്ഷി രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. പക്ഷേ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ ഭേദം എന്നൊരു താരതമ്യം കൂടി ഉണ്ടല്ലോ. അല്ല, ഞാൻ അതൊന്നും സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണം ഞാൻ ഇതിനേക്കാൾ എന്നെ തമിഴ്നാട്ടിൽ ആരും അറിയില്ല. ആയിക്കോട്ടെ, UP അല്ല, ഞാനിപ്പോ എല്ലാ സ്ഥലം കേരളം അങ്ങനെയല്ലല്ലോ സ്മൃതി. എന്റെ പ്രശ്നം എന്താ? ഞാൻ കേരളത്തിലെ, ഞാൻ UP-യിലൊന്നും പോയി ജീവിക്കണില്ലല്ലോ. UP-യെ ഞാൻ എതിർക്കുന്ന ഒരു ഭരണമാണല്ലോ UP-യിലുള്ളത്. കേരളത്തിൽ എനിക്ക് അനുഭവമുള്ള ഒരു എന്താ പറയുക, ഒരു വർഗീയ വിരുദ്ധ ഭരണമാണെന്നല്ലേ കേരളത്തിൽ പറയുന്നത്. ഒരു ജനാധിപത്യ ഭരണം ഉണ്ടെന്നല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് സംഭവിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊരു ക്വാറിക്കെതിരെ സമരം ചെയ്താൽ നിങ്ങളുടെ പേരിൽ കേസെടുത്ത് ജയിലിലിടും. ഒരു മന്ത്രി വഴിയെ പോകണമെന്ന് കേട്ടാൽ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിടും. ഇന്നലെ നിങ്ങൾ ചില ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കരിങ്കൊടി കാണിക്കാൻ പോയ അടി കിട്ടിയ മറ്റേ ജീവൻ രക്ഷാ സേനയൊക്കെ നമ്മൾ കണ്ടല്ലോ. പ്രശ്നം അതല്ല. പ്രശ്നം അതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇനി വേറൊരു ഗവൺമെൻറ് അടുത്തവണ വന്നാൽ അവർ ഇതുപോലെ ചെയ്യില്ല എന്ന് എനിക്ക് അതിൽ ഉറപ്പില്ല. ഇപ്പോൾ മുഹമ്മദ് ഷാ ആ രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇടയിൽ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ഇതുപോലെ തന്നെ അന്നായാലും പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം പറയാതിരിക്കാൻ വയ്യ സ്മൃതി. നേരത്തെ ഷാ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്നതാണ്. എന്നോട് നാളെ എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ CI നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ചെന്നു എന്ന് വരും. എന്നാൽ പോലും ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൗൺസിലറെയോ ചെയർമാനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിനെയോ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞേക്കട്ടെ, എന്തിനാ വിളിച്ചതെന്നറിയില്ല. കാരണം 2 കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 കിട്ടിയാൽ പിന്നെ നമ്മൾ സഹിക്കുകയല്ലേ പറ്റുള്ളൂ. കുടുംബങ്ങളല്ലേ സഹിക്കുക. ചിലപ്പോൾ ഒരടിക്ക് ഞാൻ വീണു പോകും. അപ്പം അതുകൊണ്ട് ഇവിടെ വിശ്വാസ്യതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വിശ്വാസ്യത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേടിയെടുക്കണം. പോലീസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇഷ്ടം പോലെ വന്നല്ലോ. ഏതെങ്കിലും കാര്യം മര്യാദയ്ക്ക് നടപ്പാക്കിയോ? പോലീസുകാരെ യൂണിഫോം മാറ്റുകയോ കളർ മാറ്റുകയോ ഒക്കെ ചെയ്യുന്നൊന്നുമല്ല. ഇവിടെ ഒരു കാര്യം ആദ്യം പറഞ്ഞു, ക്രൈമും ലോ ആൻഡ് ഓർഡറും രണ്ടാക്കണം. എത്ര കാലമായി പറഞ്ഞിട്ട്? ക്രൈമും ലോ ആൻഡ് ഓർഡറും രണ്ടാക്കിയത് വളരെ കുറയും. കാരണം ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ക്രൈം അന്വേഷിക്കണേ. ഇയാൾക്ക് ലോ ആൻഡ് ഓർഡർ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ക്രൈം അതല്ല. ഒരു സമരം ചെയ്യുമ്പോൾ ആളുകൾ നേരിടുകയൊക്കെ ലോ ആൻഡ് ഓർഡറും ചെയ്യാം. പക്ഷേ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റും ലോ ആൻഡ് ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നാവുമ്പോൾ ചിലർ പറയില്ലേ മൂന്നാം മുറ. ഇത് നല്ല വാക്കാന്നറിയാം, മൂന്നാം മുറ എന്നൊക്കെയല്ലേ എൻ്റെ ഒരു സാഹിത്യം. ആ അത്തരം ഭാഷകൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, എത്ര വിധികളുണ്ട്. പക്ഷെ അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം എത്രയധികം വിധികൾ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ വേണമെന്ന്. എവിടെ അത് പാലിക്കണേ സ്മൃതി? ഇവിടെ പാലിക്കുന്നുണ്ടോ? കേരളത്തിൽ നമ്മൾ UP ആണെന്നല്ലേ പറയണേ. UP-യിൽ പാലിക്കുന്നില്ലായിരിക്കും, കേരളത്തിൽ പാലിക്കുന്നുണ്ടോ? അതിന് സുപ്രീം കോടതിയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ടല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? അത് ചെയ്യണ്ടേ പോലീസ്? സുപ്രീം കോടതി റൂളിംഗ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് അല്ലേ? ഇവർക്ക് അറിയാത്തതാണോ? പല പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ POLIC ഒക്കെ ഫുൾ ഫോം, പൊളൈറ്റ്നസ് മറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാ പോലീസുകാരെന്നും പറഞ്ഞില്ല, വളരെ എഫിഷ്യൻ്റായ പോലീസുകാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായി ചെയ്യുന്ന ആളുകൾ. ഇവിടെ പ്രശ്നം ഈ മുഖ്യമന്ത്രി മിണ്ടാത്തത്. ഞാൻ മുഖ്യമന്ത്രി അതിൽ കുറ്റം പറയില്ല, കാരണം അദ്ദേഹത്തിന് 100,000 കാര്യങ്ങളുണ്ട്. ഇതല്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം കേരളം മുഴുവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം തെരുവിലാണ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ വിഷയമാണല്ലോ. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ആളുകളെ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അടിച്ചു എന്നുള്ള വിഷയമല്ലല്ലോ. സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം.
അത് ആഭ്യന്തരമന്ത്രി പറയണോ, DGP പറയണോ, ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയണോ, ആരാ പറയേണ്ടത് എനിക്കറിയില്ല. ആരായാലും ഈ പറയുക മാത്രമല്ല, ഈ പറഞ്ഞ ഇപ്പൊ നോക്കിക്കോളൂ, ഇനി വരാൻ പോണ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ശക്തമായ നടപടി സ്വീകരിക്കും. എത്ര പ്രാവശ്യം ശക്തമായ നടപടി സ്വീകരിച്ചു? എത്ര പ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഏത് നടപടി സ്വീകരിച്ചു? ഞാനീ പറഞ്ഞു, ഞാനൊരു 100 കേസ് അദ്ദേഹത്തിന് കൊടുക്കാം. ശരി, ഷാ ഒരു പക്ഷേ 150 കൊടുക്കും, എന്നേക്കാൾ കൂടുതൽ കൊടുക്കും. എന്നിട്ട് എത്ര സ്വീകരിച്ചിട്ടുണ്ട്? അപ്പൊ സ്വീകരിക്കാതിരിക്കുമ്പോൾ പിന്നെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന 2 മാസം കഴിഞ്ഞ് വന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും അല്ലല്ലോ. അതാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളപ്പോൾ പ്രതികരിക്കും, അപ്പോൾ കേട്ടാൽ മതി എന്നതാണ് നിലപാട്. ആ നിലപാട് എത്ര കാലം തുടരാൻ പറ്റുമെന്നുള്ളതാണ്